യെസ്, അപ്പൊ അങ്ങനെ സംഭവിക്കും. അത് ആ പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ തന്നെ വോട്ട് ശരിയാക്കി തന്നെ ഒന്ന് പറഞ്ഞാൽ അവരെ റെഡിയാക്കിയ. പേരില്ലാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വോട്ടിന്റെ തലേദിവസം അതാ അറിഞ്ഞത്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശുഭയായിരിക്കും സ്ഥാനാർത്ഥി. അപ്പൊ റെഡിയാവും. എന്റെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ മറ്റേ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോ അവിടെ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് പേര് FT17 ഒന്ന് രണ്ട് പേര് പറഞ്ഞു അവരോട് സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞ കേസ് വന്നു. അപ്പോ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ നിന്നേനെ സാറേ, എനിക്ക് രണ്ട് ചെറിയ പിള്ളേരായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നേനെ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കുട്ടി, ഞാൻ നിന്നേ, പക്ഷെ ഞാൻ തോറ്റു പോകുന്നൊരു പേടി, അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നില്ലായിരുന്നു. നമ്മുടെ ഈ ബാച്ചിൽ ഒരു കുട്ടിയുണ്ട്, ബർസീന അങ്ങനെ പറയും. നമ്മുടെ ഓൺലൈൻ ക്ലാസ് കേറാറില്ല, റെക്കോർഡ് ക്ലാസ് കാണാറുള്ളൂ. നമ്മുടെ ഒരു കുട്ടി ഉണ്ട്, സ്ഥാനാർത്ഥിയാ. ശരി, വെരി ഗുഡ്. നാളെ അപ്പൊ വിളിച്ചു ചോദിക്കട്ടെ ഇതിന്റെ. നാളെ അറിയാലോ. യെസ്. അളക വന്നിട്ടുണ്ട്. അളക, ഹൗ ആർ യു? ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്. ഞങ്ങളിങ്ങനെ ആരെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ശുഭയും കൂടി പഴയകാല ഓർമ്മകളൊക്കെ പുതുക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സാർ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് PSC കോച്ചിങ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് PSCക്കുള്ള ഇംഗ്ലീഷ്. അപ്പൊ ഗ്രാമറായിട്ടോ ഇപ്പം PSCക്ക് വേണ്ടി മാത്രമുള്ള ഇംഗ്ലീഷ് ഉള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പം ഇങ്ങനെ നമ്മുടെ ഇത് അഡ്ജക്റ്റീവ്, ആഡ് വെർബ്, അങ്ങനത്തെ ഇതൊക്കെയാ. അപ്പൊ നമ്മൾ ഇത് ക്ലാസ് പഠിച്ചതാ. അപ്പൊ ഞാനതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കും. ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അറിയുമ്പോ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് ഇതാന്ന് അറിയുമ്പോ അത് എടുത്തു വെക്കും. അപ്പൊ എക്സാമ്പിളും അങ്ങനെയൊക്കെ സാറ് പറഞ്ഞത് നമ്മളിങ്ങനെ ബുക്കിന്റെ നമ്മുടെ ടെക്സ്റ്റിന്റെ സൈഡിൽ കൂടെ എഴുതി വെച്ചേക്കുമല്ലേ. അപ്പൊ പഠിപ്പിക്കുന്ന സാറ് ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ ഒക്കെയാണ് പറയും. അപ്പൊ സാറ് സൂപ്പർ, എല്ലാം പഠിച്ചല്ലോന്ന്. പക്ഷെ എല്ലാം പഠിച്ചതൊന്നുമല്ല, ഇത് നോക്കി പറയുന്നതാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കഴിഞ്ഞ ഏതൊരു ബാച്ചില് ഒരു കുട്ടി ക്ലാസിന്റെ ലാസ്റ്റ് ദിവസം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോഴാണ് അതിന്റെ അകത്ത് ഒരു കുട്ടി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അത് മിണ്ടിയില്ല കൊച്ചു, ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് മിണ്ടിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ദിവസമാണ് പറയണം, സാറേ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് ഇടയ്ക്ക് പറയാനില്ലേ? ഇല്ല. പക്ഷെ അതിന്റെ അത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ സാറ് പറയുന്ന അതേ എക്സാമ്പിൾസ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇറക്കാറുണ്ട്. അത് വളരെയധികം എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങ് ചേർത്ത്. അപ്പൊ ലാസ്റ്റ് ദിവസമാണ് ആ കുട്ടി അതിൻ്റെ റിവീൽ ചെയ്തത്. അങ്ങനെ പിന്നെ ഇത് പഠിച്ചത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ്. ഒരു വിഷയം, പുതിയ വിഷയം കാണുമ്പോൾ നമുക്കൊന്ന് പഠിക്കുക എങ്ങനെയായിരിക്കുന്നൊക്കെ തോന്നൽ വരുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ചത്. അത് ആ ബാച്ചൊക്കെ രാത്രി 8 to 9 ആയിരുന്നു. ആ ബാച്ചൊക്കെ 8 മണി മുതൽ 9 മണി വരെ ആ സമയം ആദ്യത്തെ ബാച്ചുണ്ട്. അപ്പൊ ആ സമയത്ത് തകർത്ത ശുഭ, അത് ഒരു കുറവും വിചാരിക്കണ്ട. PSCക്ക് വന്ന വേറൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് മോഡലാണ്. അതിന് ചില ടിപ്സ് പോലെയൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് അത് കയറി വരാം. അടുത്ത LD ക്ലർക്ക് തകർത്ത് പിടിച്ചു. ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടല്ലോ, അത് അയക്കാൻ പറ്റുന്ന അയക്കും. അതയക്കും. അത് കിട്ടും, സാധ്യതയുള്ളതാണ്. ഡിഗ്രി ലെവലല്ലേ, അപ്പൊ പിന്നെ കുറച്ചും കൂടി ശമ്പളം, സാലറി ഉണ്ട്. ഡിഗ്രി ലെവലാണ്. പിന്നെ എക്സാം ഭയങ്കര ടഫാ സാർ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനാണ് ഏറ്റവും പാടുള്ള PSC ടെസ്റ്റ്. അതനുസരിച്ച് നോക്കൂ, ദയവായിട്ട് കയറും. ഒരു ഭാഗ്യമല്ലേ നമുക്ക് ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതിന് പെൻഷൻ 2027 ഒരു LDC വരുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് എന്റെ ഇത്. അപ്പൊ ഇങ്ങനെ എന്ന് ഞാൻ വിചാരിക്കും, ഗവൺമെന്റ് ജോലിക്കാരുടെ കയ്യിൽ ഒരു നീല ടാഗ് ഉണ്ടല്ലോ, അത് എന്നെങ്കിലും ഒരു ദിവസം എന്റെ കയ്യിൽ ആ നീല ടാഗ് വരുന്നതിന് അങ്ങനെ ഞാൻ വിചാരിക്കും. അങ്ങനെ നല്ല രസമാണ്. ഇപ്പൊ ശുഭ ഇലക്ഷന് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന ശുഭ ഇലക്ഷൻ ഡ്യൂട്ടി നടത്തേണ്ടി വരും. അപ്പൊ ആലോചിക്കും, ഞാനിപ്പോ പറഞ്ഞു പണ്ട് ആ ജോബ് സാറ് പറഞ്ഞത്
അച്ചിട്ടതായിരുന്നു എന്ന് പറയും. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്നത്. ഓക്കെ, അതൊക്കെ ശരിയാവും ശുഭ, ഡോണ്ട് വറി. പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, സമയം വരും. ഞാൻ എന്റെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 4 PSC ജോലി എനിക്ക് കിട്ടിയിരുന്നു. 4. ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില്, പിന്നെ ഒന്ന് സഹകരണ വകുപ്പില്, പിന്നെ ഒന്ന് KSRTCയില്, പിന്നെ വേറെ ഒന്നും കിട്ടിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 2 സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ല കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂർ ജില്ല കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പോകാത്തത്? ഏഹ് എന്താ ജോലിക്ക് പോകാത്തത്? എന്നിട്ട് ജോലിക്ക് പോകാത്ത ഞാൻ കുറച്ചധികം ജോലിക്ക് പോയി. അപ്പൊ അങ്ങനെ സാറിന് കിട്ടിയിട്ട് പോകില്ല. എനിക്കൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് പോകാൻ റെഡി ആയിരിക്കുക. റെഡിയാവും. യെസ്, അതൊക്കെ വരും. പിന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി കിട്ടുന്നത്, നമുക്ക് ഏത് ജോലി ചെയ്യാം. ചില ജോലികളോട് നമുക്ക് മാനസികമായിട്ട് ഇഷ്ടമുണ്ടാവില്ല, അത് ചെയ്യാനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം. അത് ശരിയല്ലേ? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലി. ഇപ്പൊ LD കിട്ടിക്കഴിഞ്ഞാൽ ഏത് ശുഭയുടെ നമ്പർ വന്ന സമയത്ത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആവശ്യമുള്ള അങ്ങോട്ട് വെക്കുള്ളൂ. ചിലപ്പോൾ പഞ്ചായത്ത് ആയിരിക്കും, ചിലപ്പോൾ റവന്യൂ ആയിരിക്കും, ചിലപ്പോൾ എക്സൈസ് ആയിരിക്കാം, ചിലപ്പോൾ RT ഓഫീസ് ആയിരിക്കാം. അത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആവണമെന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ അവിടെ ജോലി ചെയ്യുന്നു. യെസ്, അത് ശരി സാറേ, എനിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റും ഇഷ്ടമല്ല. ഗവൺമെന്റ് ജോലി കിട്ടണമെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് സത്യത്തിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ നൈറ്റും അങ്ങനെയൊക്കെ വന്ന് മോളെയും കൊണ്ട് അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് PSC പഠിച്ചേക്കാന്ന് വിചാരിച്ച അങ്ങനെ കയറിയതാ. ഇഷ്ടം നോക്കിയാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനാണ് ഇഷ്ടം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഇപ്പത്തെ PSC ഇങ്ങനെ വൺ വേർഡ് അല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര പാടാ. എല്ലാം ഇങ്ങനെ ഈ പാരഗ്രാഫ് ആയിട്ടേ ഓരോ പോയിന്റ് ആയിട്ടാ. അപ്പൊ ഒരു കാര്യത്തിന്റെ തന്നെ എല്ലാ പോയിന്റുകളിലും ഇടും. എന്നിട്ട് ഇതിൽ ശരി ഏതാ തെറ്റാതാ. അപ്പൊ നമ്മൾ എല്ലാ പോയിന്റും പഠിച്ചാലാണ് ശരിയാവുള്ളൂ. പണ്ടൊക്കെ വൺ വേർഡ് മതിയായിരുന്നല്ലോ. ഇപ്പൊ ഭയങ്കര പാടാ. പഠിക്കപ്പോ മെനക്കെട്ട് പഠിക്കല്ലേ. ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരാണ് ഈ ദുഷ്കാലൊക്കെ കാരണം. അവര് മെനക്കെട്ടിരിക്കണം പഠിക്കാനായിട്ട്. ഏതൊരു ഓഫീസിൽ ചെന്ന് നോക്കിക്കോ, മിക്കവരും അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം ആ ജില്ലയിൽ നിന്നുള്ളവരാണ് ഭയങ്കരമായിട്ട് കൂടുതൽ മെനക്കെട്ടിരിക്കുന്നത്. യെസ്, ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യത്തെ തൃശ്ശൂർ ജില്ല LD ക്ലർക്കില് എന്റെ മകള് 1 മാർക്കാണ് കൊണ്ടുപോയത്. 65 കട്ട് ഓഫ്. 64 വരെ എത്തിയിരുന്നു. അവിടെ വേണ്ടി പഠിക്കുന്ന തന്നെയാണ്. യെസ്, അപ്പൊ 64 വന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഒന്നുകൂടിയൊക്കെ ഉഷാറായിട്ട് പഠിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് പോയേനെ. ഓക്കെ, അപ്പൊ അടുത്തിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഇപ്പൊ പറയുമ്പോൾ ഞാൻ അതും കൂടി കൂടെ വെച്ചത് അന്വേഷണം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ജിഷാമാൻ പറഞ്ഞത് ഇവരെല്ലാരും വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ മീനും സുബിതയൊക്കെ അനിലയൊക്കെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാകാറുള്ളതാ. അതുകൊണ്ട് ജിഷ ടീച്ചർ പറഞ്ഞായിരുന്നു, ടീച്ചർ അടുത്ത ആഴ്ച തൊട്ട് ബുധനാഴ്ച 10:30 ക്ലാസ് എടുത്തോട്ടേന്ന്. 13 ബാച്ചില് 13ാമത്തെ ബാച്ചിലെ കുട്ടികളെ നമ്മളെ കൂടെ ചേർത്ത് ടീച്ചറിന്റെ ഒരു ക്ലാസ് മാത്രം രാവിലെ 10:30 എടുത്തോട്ടേന്ന്. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം എന്താന്ന് ചോദിക്കാൻ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ എന്ന് പറയാമോ? സുബിക ഓക്കെ പറഞ്ഞിട്ടുണ്ട്, അളക ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്നു ഓക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പൊ ഏതാണ്ട് ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ക്ലാസ് അല്ലേ? ജനുവരി, ഫെബ്രുവരി അല്ലേ? ഓക്കെ. അപ്പൊ വിഷയത്തിലേക്ക് വരാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് പിന്നെ പറഞ്ഞോളൂ. ഞാന് ഹസ്ബൻഡിന്റെ അമ്മ ഹോസ്പിറ്റലായ കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഞാൻ ബുക്കൊന്നും എടുത്തിട്ടില്ല. അപ്പൊ സാറിന്റെ ക്ലാസ് കേൾക്കാന്നുള്ളതിൽ കയറി. ഇന്നലെ ഒന്നും ക്ലാസ്സിന് കയറിയില്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കാരണം കയറിയില്ല. ഇന്നിപ്പോ ഇംഗ്ലീഷ് ആയ കാരണം ഞാൻ കയറിയതാണ്. ഞാൻ നോട്ട്ബുക്ക് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോദ്യം ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഓൺ ചെയ്യാൻ പറ്റില്ല അവിടെ ഹോസ്പിറ്റലിലായ കാരണം. അതാണ്.
ചിലപ്പോ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോ പോയോന്ന് വിചാരിക്കണ്ട. ജസ്റ്റ് സാറിന്റെ ക്ലാസ് കേൾക്കാൻ മാത്രമായിട്ട് ഞാൻ കയറിയതാണ്. അത് താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. അത് കേൾക്കാൻ വേണ്ടി കയറിയത് പറഞ്ഞപ്പോ എങ്ങനെയുണ്ട് അമ്മ ഒക്കെ ആയോന്നാണ് ചോദിച്ചത് ശുഭ. അമ്മയ്ക്ക് 82 വയസ്സായി. യൂറിനറി ഇൻഫെക്ഷൻ ആണ്. അപ്പോ നല്ല ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ 3 നേരം ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം മാറി മാറി ചേച്ചിമാര് മക്കളൊക്കെ ഉണ്ട്, എന്നാലും ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. അപ്പോ പകലിപ്പോ ജോലിക്ക് പോകാത്ത തന്നെ നമുക്കാണ് അതിന്റെ ഡ്യൂട്ടി. പകല് രാത്രിയൊക്കെ അവര് വരും. അപ്പൊ ഞാൻ ഇപ്പൊ 3 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ, അത് ഇന്നലെയും മിഞ്ഞാന്നൊന്നും ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായില്ല. അതൊക്കെ ടെക്സ്റ്റ് വേണ്ടതല്ലേ, നമുക്ക് അവിടെ ഇരുന്ന് അങ്ങനെ ടെക്സ്റ്റ് എടുത്തിട്ട് കേൾക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോ എഴുതാനുള്ളതൊക്കെ ഞാൻ കൊണ്ടുപോവാ. റെക്കോർഡ് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ്റെ ഇത് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഫസ്റ്റ് ദിവസം കൊണ്ടുപോയി. ഇന്നിപ്പോ ഞാൻ ബുക്ക് എടുത്തിട്ടില്ല. അത് കാരണം സാറിന് വിളിക്കുമ്പോ കയറിയെന്നുള്ളൂ. സാറ് വിളിക്കുമ്പോ ചിലപ്പോ ഞാൻ നഴ്സുമാരോ വല്ലവരും വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ മുന്നേ തന്നെ പറഞ്ഞത്. അത് ആ ടീച്ചർമാരോട് ഞാൻ പറഞ്ഞത് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കണക്ക്. ചെറിയ കുട്ടികളല്ലല്ലോ, നിങ്ങൾക്ക് പറയുമ്പോ വി വിൽ ടേക്കിന്റെ സീരിയസ് മാനർ, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പരിഗണിക്കും. അപ്പോ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ലേഷൻ നോക്കിയത്. ഇന്ന് നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ലേഷൻ പറഞ്ഞതുകൊണ്ട് നമുക്കിന്ന് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റിലൊന്ന് ജസ്റ്റ് ഒരു പഴയ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതാണ്ട് 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് നമ്മൾ പറഞ്ഞ 12 ടെൻസ്. ഓരോന്നിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, വീണ്ടും നമ്മൾ പറഞ്ഞു 2 വെർബ് ഉണ്ടാവും റിപ്പോർട്ടർ സ്പീച്ചിൽ. ഒന്ന് ഇൻവെർട്ടർ കോമയുടെ പുറത്തും ഒന്ന് ഇൻവെർട്ടർ കോമയുടെ അകത്ത്. പുറത്തുള്ള വെർബിനെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത് എങ്കിൽ എങ്ങനെയാണ് അത് റിപ്പോർട്ടർ സ്പീച്ച് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 2 രീതിയിലാണ്. ഞാൻ സുബിതിനോടൊരു കാര്യം പറയുന്നു, ആ കേട്ട കാര്യം സുബിതയ്ക്ക് അനിലിനോട് എന്ന് പറയും. അതല്ല എങ്കിൽ ഞാൻ സുബ്രിയോടൊരു കാര്യം പറയുന്നു, അത് കേൾക്കുന്ന അനില അത് ചെന്ന് മിന്നുവിനോട് പറയുന്നു, അങ്ങനെയും പറയാം. അപ്പോ റിപ്പോർട്ട് വെച്ച് 2 രീതി വരാം. കേൾക്കുന്ന ആൾക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ആരോടാണോ പറയുന്നത് അയാൾക്ക് ചെന്ന് പറയാം. ആ രീതി 2 രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുക. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻവെർട്ടർ കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം, ഇൻവെർട്ടർ കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ റിപ്പോർട്ടർ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരെണ്ണമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ശരിയല്ലേ ശുഭ? ഓക്കെ. അപ്പൊ ജസ്റ്റ് ഞാനത് പഴയതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇത് നമുക്ക് പുതിയൊരു രീതിയെ കുറിച്ച് പഠിക്കാം. ഞാനൊരു വാചകം പറയാം, പഴയത് പറഞ്ഞാൽ ഞാൻ ചെയ്യാന്, അത് അതിന് ശേഷം പറയാം. ഷീ സെറ്റ് ഐ ലവ് ഇന്ത്യ. ഷീ സെറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഐ ലവ് ഇന്ത്യ എന്നുള്ളത് ഇൻവെർട്ടർ കോമയുടെ അകത്ത് കൊടുത്തു. നമ്മളോട് ചോദിക്കുന്നത് ഐ ലവ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏതാണ് ടെൻസ്? നമുക്ക് മനസ്സിലാവും അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഐ എന്ന് വെച്ചാൽ സബ്ജക്റ്റ്, ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണ്, അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സിമ്പിൾ പ്രസന്റിനെ റിപ്പോർട്ടർ സ്പീച്ചില് സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഷീ
told that she loved India. She told that she loved, L-O-V-E-D, loved India. അതാണ് എന്റെ ആൻസർ. ഇതാണ് പഠിച്ചു വെച്ചത്. ഞാൻ ഇതൊന്നും മാറ്റുകയാണ്. ഇതേ വാചകം തന്നെ, അതായത് ഷീ സെഡ് ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ, ആ ലവ് എന്നുള്ളത് ഞാൻ ഒരു ഡിയും കൂടി ചേർത്തിട്ട് ലൗഡ് എന്നായി. ഐ ലൗഡ് ഇന്ത്യ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. ഇപ്പൊ തന്നിരിക്കുന്ന വാചകം എന്താണ്? സിമ്പിൾ പാസ്റ്റ് അല്ലേ. അതിനെ നമ്മൾ എന്ത് മാറ്റണം? റിപ്പോർട്ട് ഓഫ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഏത് ടെൻസിലോട്ട് മാറ്റും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലോട്ട് മാറ്റും. മറക്കരുത്, പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റും. അപ്പൊ നമ്മൾ അറിയണം പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്താണ് നമ്മളെന്ന് അറിയണം. അപ്പോൾ പഴയത് നമ്മൾ മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം. യെസ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ എഴുതാമെന്നുള്ളത് നോക്കാം. ഷീ ടോൾഡ് ദാറ്റ്, ഐ എന്നുള്ള എന്തായിട്ട് മാറും? ഷീ എന്ന് തന്നെ മാറും. ഷീ ഹാഡ് ലൗഡ്, കണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറ്റി. ലൗഡ് എന്ന് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ് എന്നാണ്. അതുകൊണ്ട് ഷീ ഹാഡ് ലൗഡ് ഇന്ത്യ. ഷീ ഹാഡ് ലൗഡ് ഇന്ത്യ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. നമുക്ക് ഓർത്തതാണ്. പിടികിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ? യെസ്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. യെസ്. അപ്പൊ ഞാൻ ഒന്നിട്ട് വാചകം പറയാം, നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. യെസ്, എഴുതിക്കോളൂ. ഷീ സെഡ്, ഷീ സെഡ്. ഇൻവെർട്ടഡ് ഇത് ഐ ബോട്ട്, BOUGHT, bought a gold chain for my daughter, DAUGHTER. ഒന്നുകൂടി പറയാം. ഷീ സെഡ്, ഇൻവെർട്ടഡ് കോമയില്, ഐ ബോട്ട് എ ഗോൾഡ് ചെയിൻ ഫോർ മൈ ഡോട്ടർ. ഓക്കെ. അവള് പറഞ്ഞു, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങി. യെസ്, ഇത് അവള് പറയണം. അത് പറയുന്നത് ആരോടാണ്? നിങ്ങളോടാണില്ല. അപ്പൊ നിങ്ങളത് കേട്ടു. അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയും, അവള് പറഞ്ഞു അവളുടെ മകൾക്ക് വേണ്ടി ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങിയിരുന്നു. എഴുതാൻ പറ്റി നോക്കി. മറ്റുള്ളവരെ കേട്ടില്ലേ? നമ്മുടെ ശുഭ നമ്മൾ ഇവിടുന്ന് പഠിച്ച ആ നോട്ടൊക്കെ വെച്ചിട്ട് PSC കോച്ചിങ്ങിന്റെ ക്ലാസ്സിൽ തകർക്കേണ്ടെന്ന് പറഞ്ഞത്. ചാടി എഴുന്നേറ്റ് തകർത്തോണ്ടിരിക്കേണ്ടത്. യെസ്, ഓസം, സൂപ്പർ കമന്റുകളൊക്കെ കിട്ടി തകർത്തോണ്ടിരിക്കേണ്ട ശുഭ അവിടെ. യെസ്, ഓക്കെ. കഴിഞ്ഞ PSC എക്സാമിന് സാറ് എടുത്ത ക്ലാസിന്റെ കുറെയൊക്കെ കിട്ടിട്ടോ.
No? കഴിഞ്ഞ മാസം ഒരു PSC എക്സാം ഉണ്ടായിരുന്നേ. ആ. അപ്പൊ അതില് സാർ എടുത്ത പാസീവ് വോയിസിന്റെ കാര്യങ്ങള് ഒക്കെ എനിക്ക് ശരിയായി. എന്റെ Yes. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു അത്. എനിക്ക് PSCക്ക് പോയിട്ട് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഇംഗ്ലീഷിനോട് ഒരു പേടി മാറിയത്. Yes. PSC കോച്ചിങ്ങിനൊക്കെ പോയിരുന്നു ഞാന്. അപ്പൊ Yes. ഞാൻ അന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ കയറിച്ചാലും എനിക്ക് പാസീവ് വോയിസും റിപ്പോർട്ട് സ്പീച്ചൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനങ്ങളായിരുന്നു. ബാക്കി അപ്പൊ ഞാൻ എന്നിട്ട് PSC എക്സാം കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ഇവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് മോണ്ടിസോറിയിൽ പോയിട്ട് എനിക്ക് ഇംഗ്ലീഷിനോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര നമുക്ക് അറിയണത് ചെയ്യാനേ ഭയങ്കര ഒരു ആക്രാന്തം വരില്ല, അതേപോലെയായിരുന്നു. Yes. Okay. 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 Very good. Very good. Okay. അത് കേൾക്കുന്നതിൽ സന്തോഷം. പിന്നെ ഞാനത് മനസ്സിലാക്കണതായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷെ എന്നോടുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, അല്ല അതും കൂടി അതിൻ്റെ ഫാക്ടറാണ്. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളും പഠിക്കാൻ കാരണം ആ ടീച്ചറിനോടുള്ള മെന്റലി ഒരു അറ്റാച്ച്മെന്റില് അത് ഒരു വലിയൊരു ഘടകമാണ്. അത് ഓക്കെ ആണെങ്കിൽ അത് കറക്റ്റ്, അതെങ്കിലേ നമുക്ക് പഠിക്കുള്ളൂ. അതല്ലാതെ ആ ഒരു അറ്റാച്ച്മെന്റ്, അതായത് നമ്മൾ മനസ്സിന് സ്ഥാനം കൊടുക്കൂലേ, കൊള്ളാം അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ കൊടുക്കൂലേ, അവിടെ അറ്റാച്ച്മെന്റ് വരുമ്പോൾ പിന്നെ നമ്മൾ ആ വിഷയം പഠിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടീച്ചറെ സാറാണെങ്കിൽ എന്ത് ചെയ്യും? വല്ലുണ്ട് കാലമാട് അല്ലെങ്കിൽ കാലമാടി എന്നൊക്കെ പറഞ്ഞാൽ പോകും. അപ്പൊ എപ്പോഴും ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ ടീച്ചർ ആകുമ്പോഴും ആ ഒരു സംഗതി നിങ്ങളുടെ അവരുടെ മനസ്സിൽ കയറി പഠിക്കും. അത് ആ സംഗതി അങ്ങ് റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും, പിന്നെ നമ്മളോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് നമ്മൾ ആ കുട്ടികളുടെ മനസ്സിലോട്ടൊരു പാലം നമ്മൾ വലിച്ചിരുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എപ്പോഴും അത് ശ്രദ്ധിച്ചോളണം കേട്ടോ. അത് വെരി ഇമ്പോർട്ടന്റ് തിങ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. യെസ് സാർ, ഇപ്പൊ ഞങ്ങള് PSC ഇത് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല, അതൊരു വക്കീലാണ് നമ്മള് ഗ്രാമ പഠിപ്പിക്കണം. അപ്പൊ അത് ശരിക്കും നമ്മുടെ അടുത്ത് അങ്ങനെ ടീച്ചറായിട്ടല്ല, വക്കീലിന്റെ കൂടെ നിൽക്കുന്നത്. നമുക്ക് പേടിയാവും. പിന്നെ നമുക്കിത് ഇപ്പൊ എനിക്കിത് പറഞ്ഞത് കൊണ്ട്, ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നതാ. അല്ലാത്തവരെയൊക്കെ പിടിക്കും, അറിയില്ലാത്തവരെയൊക്കെ. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. എനിക്കറിയാലോ എന്ന് ഓർത്തിരിക്കുക, അല്ലെ എനിക്കിട്ട് ആദ്യം കിട്ടിയേനെ. എനിക്കല്ലോ ഒന്നും അറിയില്ല. അപ്പൊ ഇതിങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോകും. അന്നേരം അതിന്റെ അടുത്ത് ഇരിക്കാൻ നമുക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ഒന്നല്ല നമ്മൾ ഇരിക്കുന്നത്. അയ്യോ ഇപ്പൊ എന്നെ പിടിക്കൂലോ എന്ന് ഓർത്താ. അപ്പൊ അത് നമുക്ക് ടീച്ചറൊന്നല്ല, അതിനെ ഇങ്ങനെ കാണുമ്പോ തന്നെ ദേ കറുത്ത കോട്ടൊക്കെ ഇട്ട് ദേ വരുന്നു എന്നാ എന്റെ മനസ്സിലങ്ങനെ കേട്ടോ. പിന്നെ ഇച്ചിരി അറിയാവുന്നതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പോകുന്നവരോട് സമാധാനത്തിലിരിക്കും, ഈ ടെക്സ്റ്റ് ഒക്കെ എടുത്തു വെച്ച്. അത് സത്യമല്ല. അവരെ കോച്ചിങ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് മാക്സിമം ആളുകൾ പാസ്സായാലേ അവിടുത്തെ അടുത്ത ബാച്ചിൽ കുട്ടികളെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടുള്ള അവരുടെ ഒരു സക്സസ് പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. യെസ്, എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ്. യെസ്, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരു ദിവസം ഒരു 10 എണ്ണം വെച്ചാൽ നോക്കിയാൽ മതി, അത് റെഡി ആയിക്കോളും. ഒരു 10 ക്വസ്റ്റ്യൻ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2027 തന്നെ അത് റെഡി ആയിക്കോളും. യെസ്, അടിപൊളിയായിട്ട് റെഡി ആയിക്കോളും. ഡോണ്ട് വറി. അപ്പോ അശുഭ തന്നെ വായിച്ചു. ഇപ്പൊ ഈ ജഗന്റെ ആൻസർ ഒന്ന് വായിച്ചേ. ശരിയാണോ എന്നറിയില്ല. She said that she had bought a gold chain for her daughter. Very good, very good, very good, very good, very good. അപ്പൊ she told that she had bought. Buy in present tense ആണ്, അതിന്റെ past tense ആണ് bought. അപ്പൊ മിന്നും മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ മതി ആൻസർ. അപ്പൊ കറക്റ്റ് ആവണം നോക്കിയാൽ മതി. She had bought a gold chain for her daughter. For her daughter. Correct answer. അടുത്തത് he said. He said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. You studied STUDIED. Studied English without the help of your teacher. Without the help of your teacher. Yes, inverted comma close here.
യെസ്, ഒന്നുകൂടി പറയാം. He said, you studied English without the help of your teacher. നീ നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. ഇതാണ് അവൻ പറഞ്ഞത്. അപ്പൊ എന്ത് പറയണം? അവൻ പറഞ്ഞു, ഞാൻ എന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. റെഡിയായി? അളകം കഴിയുമ്പോൾ വായിച്ചോട്ടാ, കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി. സാർ ശരിയാണോന്ന് അറിയില്ല, എനിക്ക് കൺഫ്യൂഷൻ. പ്രോബ്ലം തട്ടിക്കോ. ചോദ്യം പിടികിട്ടിയില്ലേ? അവൻ പറഞ്ഞു, അവൻ. ഞാനാന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് അളകർ നോക്കി പറയാണ്, നീ നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. കേട്ടോ? വളരെ തീർന്നും ഇന്ത്യനോട് പറയുമ്പോൾ എന്ത് പറയണം? അവൻ പറഞ്ഞു, ഞാൻ എന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. അതല്ലേ? ഓക്കെ, പറഞ്ഞു. തെറ്റിയാലും കുഴപ്പമില്ല. ഞാൻ എന്നാണോ വേണ്ടത്? അവിടെ ഞാനാവും. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അത് തൊട്ട് മുകളിൽ അവിടെ കാണാം. ഏതൊക്കെ എങ്ങോട്ടൊക്കെ മാറുമെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലേ സുബിക? എഴുതി വെച്ചിട്ടുണ്ട്. മീ ദേ ദം അങ്ങനെ എഴുതി വെച്ചാണ് സാർ. അത് പാസീവ് വോയിസിനാണ്. റിപ്പോർട്ട് സ്പീച്ച് വേറെ എഴുതിയിട്ടുണ്ട്. ആ സിമ്പിൾ പ്രസന്റ് പഠിപ്പിച്ച സമയത്ത്, ഇല്ലേ ശുഭ? എഴുതി വെച്ചിട്ടുണ്ട് സാർ. യുവർ മൈ ആകും, യുവേഴ്സ് എന്നുള്ളത് അവേഴ്സ് എന്നൊക്കെ ആകും, അവർ എന്നുള്ളത് ദെയർ ആകും, മൈ എന്നുള്ളത് എന്താ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് സാർ. യെസ്, അത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എനിക്കൊരു അളകൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എനിക്ക് ചിലപ്പോ. ഓക്കെ, അപ്പൊ അത് ആയി വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ഇല്ല സാർ, ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ. ആ, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് ആണ്. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള കുറച്ച് ക്ലാസ്സിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് അറിയാവുന്ന പറഞ്ഞു. ഇത് ആൻസർ ഒന്ന് പറഞ്ഞു. He told that യു എന്നുള്ളത് ഐ ആക്കാം. I had studied English without the help of my teacher. Yes, very good. Okay, Minu correct ആയിരുന്നു. I had studied. അപ്പോൾ he told that I had studied English without the help of my teacher. Yes, correct answer. അടുത്തത്, he said inverted comma, I waited, WAITED, waited 2 hours, TWO2, 2 hours for you. ഒന്നുകൂടി പറയാം, I waited 2 hours for you. അപ്പൊ നോക്കിയേ, അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി 2 മണിക്കൂർ കാത്തു നിന്നു. അപ്പൊ എങ്ങനെ പറയും? അവൻ പറഞ്ഞു, അവൻ എനിക്ക് വേണ്ടി 2 മണിക്കൂർ കാത്തു നിന്നു. യെസ്, അപ്പോ
റെഡി ആയി കഴിയുമ്പോൾ സുബിത വായിച്ചോളൂ. സാർ ആ നേരത്തെ പറഞ്ഞില്ലേ യു എന്താ യുവർ എന്നുള്ളത് മയ്യാവുന്ന അങ്ങനെ കുറെ എണ്ണം ഉണ്ടോ? യെസ്. ശുഭ അന്ന് നമ്മൾ ആ നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് അളവൊന്ന് എഴുതിയെടുക്കണേ. യു എന്നുള്ളത് ഐ ആകും. പിന്നെ ചില സമയത്ത് കൂടുതലുണ്ടെങ്കിൽ യു എന്നുള്ളത് വി ആകും. പിന്നെ യുവർ എന്നുള്ളത് മൈ ആകും. പിന്നെ ചിലപ്പോൾ യുവേഴ്സ് എന്നുള്ളത് അവേഴ്സ് എന്നാകും. പിന്നെ അവർ എന്നാണെങ്കിൽ ദെയർ എന്നാകും. മൈ എന്നുള്ളത് ചിലപ്പോൾ ഹെർ, ഹി അങ്ങനെ, ഓ അല്ലെങ്കിൽ ഇറ്റ് ഈസ് അങ്ങനെയൊക്കെ ആവും. അത്ര ഞാൻ എഴുതിയത്. അളക കൺഫ്യൂഷൻ വരില്ല. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് രണ്ട് ഹെഡിങ് കൊടുക്കും. ഒന്ന് ഡയറക്റ്റ്, ഇപ്പുറത്ത് മാറ്റി ഇൻഡയറക്റ്റ് ഹെഡിങ് കൊടുക്കും. ആൻഡ് ഡയറക്റ്റിന്റെ അടിയിൽ മൈ എന്നുള്ളത്. അത് അതിന്റെ നേരെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഹിസ് അല്ലെങ്കിൽ ഹെയർ എന്ന് എഴുതണം. ഒന്നില്ലെങ്കിൽ ഹിസ് ആവും അല്ലെങ്കിൽ ഹെയർ ആവും. മനസ്സിലായില്ലേ? യെസ്. ഇനി ഡയറക്റ്റിന്റെ അടിയിൽ അവർ എന്ന് എഴുതാം. ഓക്കെ മിന്നു, ഓ യു ആർ അവർ. അത് ദയർ ആവും. THEIR ദയർ, അവരുടെ. ഇനി ഐ എന്ന് എഴുതുക ഡയറക്റ്റ് അടി. ഐ ഷീ അല്ലെങ്കിൽ ഹി. ഷീ അല്ലെങ്കിൽ ഹി ആവും. യെസ്. ഈ ഡയറക്റ്റിന്റെ അടിയിൽ യു എന്ന് എഴുതുക. യു അത് ഐ അല്ലെങ്കിൽ വി അങ്ങനെ മാറും. ഇനി ഡയറക്റ്റിന്റെ അടിയിൽ യുവർ എഴുതുക. യുവർ അത് മൈ അല്ലെങ്കിൽ അവർ എന്ന് മാറും. മൈ അല്ലെങ്കിൽ അവർ. യെസ്. ഇത്രയും മാറ്റങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ, താങ്ക് യു സർ. സുബിത കൈമ്പ് വായിച്ചോളൂ. കഴിഞ്ഞു സാർ, വായിക്കാം. വായിച്ചു. He told that he had waited 2 hours for me. വെരി ഗുഡ്. He had waited 2 hours for me. കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഞാനേ പക്ഷെ PSC പരീക്ഷ പോലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു ഓട്ടത്തിലായിരിക്കും ചോദ്യം വന്നത്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്കൂളിൽ ഒരു കോരി എടുത്തിട്ട് വായിൽ വെച്ച് തരുമ്പോൾ കഴിക്കുന്ന പോലെ കറക്റ്റ് ആണ് പറയുന്നത്. പരീക്ഷയ്ക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ അടുത്തൊരു ചോദ്യം പറയാം. ഒന്ന് യൂസ് യുവർ ബ്രെയിൻ ചെയ്ത് നോക്കാം. നമുക്ക് കറക്റ്റ് ചെയ്യും. He said. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. When did they come? COME, come. Question mark. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾ അനിലൊക്കെ കണ്ട ചാൻസ്. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. He said. When did they come? അവരെപ്പോഴാണ് വന്നത്? അതാണ് ചോദ്യം. യെസ്. അത് ഫസ്റ്റ് ഹീ സെഡ് എന്നല്ലേ പറഞ്ഞ? എനിക്ക് ക്ലിയർ ആയില്ല. He said. He said, He said, when did they come? Question mark, inverted comma, close ചെയ്യാം.
കഴിയുമ്പോ പറഞ്ഞോട്ടോ. സാർ ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല സാർ. ഞാൻ ഇതും അതുമായിട്ട് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. വൈകിട്ട് പറയണ്ടാവും സാറ് ശുഭക്കും വളകർക്കും സുനിതക്കൊക്കെ നല്ല സംഗതി കൊടുത്തു എളുപ്പമുള്ളത്. എനിക്ക് വന്നപ്പോ ഈ കൊസ്രാപ്പുള്ളി എടുത്ത് തന്നു. സാറേ സത്യം ഞാൻ ഇത് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയപ്പോ കൊച്ചു വന്ന് ഭയങ്കര അലമ്പായിരുന്നു. അപ്പൊ ഒന്നും കേൾക്കാനായപ്പോ അമ്മ കൊച്ചിനെ കൊണ്ടുപോയി. ഇപ്പൊ ആ ഇവിടെ ജസ്റ്റ് നമുക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റും തൊട്ടാണ് ശരിക്കും ഞാൻ കേട്ടുള്ളൂ. അതാണ് അത് എഴുതിയിട്ടും ഇതും കൂടെ അങ്ങോട്ട് നോക്കിയിട്ടേക്കൊന്നും മനസ്സിലായില്ല. ഫസ്റ്റ് ഞാൻ ശരിയാണെന്നല്ല ഐസ് ഇട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയാണെന്ന് അറിയില്ല. ഓക്കെ ആണല്ലോ. നോക്ക് നമുക്ക് റെഡിയാക്കാം. കാരണം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ എപ്പോഴും അതിന്റെ അകത്ത് ഒരു സംഗതി ഒരു എക്സെപ്ഷൻ കേസ് എടുത്ത് എന്നാലല്ലേ തെറ്റിക്കുള്ളൂ. യെസ്, ഇത് ചെയ്തു നോക്കുക. ഇപ്പൊ മിന്നു നേരത്തെ പറഞ്ഞതുപോലെ മിക്കവർക്കും എന്താ പറയാ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് റിപ്പോർട്ടർ സ്പീച്ച്. പക്ഷെ അത് മനസ്സിലാക്കാറുണ്ടല്ലോ. വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യുന്ന പറയാം, ഒരു കാര്യം കൂടി ചെയ്യണം. ഇപ്പൊ മിന്നുവിന്റെ ഭർത്താവ് പറയുന്ന കാര്യം മിന്നു മക്കളോട് പറയുമ്പോ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു നോക്കണം. പപ്പ സെറ്റ് അല്ലെങ്കിൽ ഫാദർ സെറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കണം. അപ്പൊ കറക്റ്റ് ആവുന്നത്, കറക്റ്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഓക്കെ, നമുക്ക് അടുത്ത ടെൻഷൻ കഴിയുമ്പോൾ നമുക്കത് പറയാം. യെസ്, അനിൽ എന്താ പറഞ്ഞ? അനിലെ ഉത്തരം അല്ല ഞാൻ എഴുതിയില്ല. ഞാൻ ആകെ ഐസ് ഇട്ടെന്ന് മാത്രമേ അത് ശരിയാണോന്ന് അറിയില്ല. ഓക്കെ, എഴുതിയത് പഠിച്ചോ അനില? അതുകൊണ്ട് പറയും എഴുതിയില്ല സാർ. എഴുതിയിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. പിന്നെ ശുഭയുടെ ആൻസർ ഒന്ന് വായിച്ചേ. He asked when they had come. സുബിയുടെ ആൻസർ വായിച്ചേ. സാർ ഞാനും അതേപോലെ എഴുതിയേക്കണം. ഹി ടോൾഡ് ദാറ്റ് when they had come. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ വെറുതെ ആഗ്രഹിച്ചു, ആരും തെറ്റിയില്ല. കറക്റ്റ് ആൻസർ ആണ്. ഡിഡും വിട്ട് നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ഡിഡും വിട്ട് ഒന്നും ചെയ്യണ്ട. കാരണം ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റൻസ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചിരുന്നാൽ മതി. ആ ഡിഡും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ വെൻ ചോദ്യം പറയണേ, വെൻ ഡിഡ് ദേ കം. ആ ഡിഡ് ആണ് കളഞ്ഞിട്ട് ആ കം എന്നുള്ളത് കെയുമാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ചെയ്താൽ മതി. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇവിടെ നോക്കിയ ഒരു ചോദ്യമല്ലേ ചോദിക്കണേ. ചോദ്യം ചോദിക്കുമ്പോ സെഡ് എന്നോ അല്ലെങ്കിൽ ടോൾഡ് എന്നോ പറയണ്ട. അതെപ്പോഴും ആസ്ക്ഡ് എന്നാണ്. ആസ്ക്ഡ്. അപ്പോ ഹി ആസ്ക്ഡ് when they had come. When they had come. It's a correct answer. Very good, very good. അപ്പൊ നിങ്ങളിങ്ങനെ ബുദ്ധി കാണിച്ചതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കയറ്റിപ്പിടിക്കാന് അത് ചെയ്യാൻ പറ്റുന്നു. ചോദ്യം ഇതാണ്, എഴുതിക്കോ. ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിച്ചു. Why didn't DIDN apostrophe T did not എന്നുള്ളതിന് ഷോർട്ട് ഫോം. Why didn't you come? Why didn't you come in the morning? Why didn't you come in the morning? Comma Pradeep. P capital PRADEEP. Pradeep. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. അത് ഇൻവെർട്ടഡ് കോമയുടെ അകത്താണ്. യെസ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് എഴുതുക ആസ്ക്ഡ് ASKED. ആസ്ക്ഡ് ദ ടീച്ചർ. ആസ്ക്ഡ് ദി ടീച്ചർ. ഇത്രയുള്ള ചോദ്യം. ഇതിൽ നിന്ന് ഒരു കുറച്ച് പീരീഡ് മാറ്റുക. യെസ്, നേരത്തെ പറഞ്ഞതിന് കുറച്ചുകൂടി എന്തെയാണെന്ന് കയറ്റി വെച്ചിരുന്നു. ചോദ്യം നോക്കിയേ. Why didn't you come in the morning? എന്തുകൊണ്ട് നീ രാവിലെ വന്നില്ല പ്രദീപേ? ടീച്ചർ ചോദിച്ചു. യെസ്. അപ്പോ ഇത് പ്രദീപിനോട് ചോദിക്കുന്നതാണ്.
അപ്പൊ പ്രദീപിനോട് ചോദിക്കുമ്പോൾ പ്രദീപിന് അത് പറയാൻ പറ്റൂല, വേറൊരാൾക്കേ പറയാൻ പറ്റുള്ളൂ. കേട്ട് നിൽക്കുന്ന വേറൊരാൾക്കേ പറയാൻ പറ്റുള്ളൂ. കാരണം പ്രദീപ് തന്നെ പറയാമെങ്കിൽ ടീച്ചർ പ്രദീപിനോട് ചോദിച്ചത് പറയാൻ പറ്റുമോ? എന്നോട് ചോദിച്ചത് തന്നെ പറയാൻ പറ്റുള്ളൂ. യെസ്, അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ഇത് പറ്റിയാനില്ല, ഇത് നെറ്റ് കൊണ്ടാ. ഇല്ല, അതെ, മൂത്ത കുട്ടിയുടെ സ്കൂളിൽ നിന്ന് വിളിച്ചതാ. യെസ്, ഓക്കെ. പ്രദീപ് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. എന്തോ പ്രദീപ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പ്രദീപ് കഴിഞ്ഞിട്ടുണ്ട്. പ്രദീപ് കഴിയുമ്പോ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യാം. ആസ്ക്ഡ്, ASKED, ആസ്ക്ഡ് ദ ടീച്ചർ. ആസ്ക്ഡ് ദ ടീച്ചർ. അനില വോട്ടൊക്കെ ചെയ്തോ? എന്തോ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ ചെയ്താന്ന് ചോദിച്ചാണ്. ചെയ്തായിരുന്നു സർ. യെസ്. അനിലൊക്കെ ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയാവാനില്ലേ? അതെന്താ? അത് നടപടിയാവില്ല. നടപടിയാവില്ല അല്ലേ? അല്ല, ഇവിടെ എന്റെ ഹസ്ബൻഡ് എന്താ പറയാ, ഇടതുവശവും എന്റെ ഫാദർ അവിടെ വീട്ടില് വലതുവശമാണ്. അവർ തമ്മിൽ വലിയ യുദ്ധമാണ്. ശരി, ആ കാര്യത്തിൽ നടപടിയാവില്ല. അപ്പൊ അനില ഏത് വർഷമാണ്? ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഞാൻ പ്രവർത്തനം അനുസരിച്ച് നിൽക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, ഇവിടുത്തെ ഇടതുവശത്ത് അത്ര പ്രവർത്തനം നല്ലതല്ല, അതുകൊണ്ട് തന്നെ വലതുവശത്തിന്റെ ഒപ്പം നിക്കണം ഞാൻ. അങ്ങനെ പാർട്ടിയിലൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച്. നമ്മുടെ മറ്റു ക്ലാസ്സുകളിലൊക്കെ ഒന്നിട്ട് പേരോടൊക്കെ നിൽക്കാനൊക്കെ വന്ന് പറഞ്ഞേ MT17 കുട്ടികളെ. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോ ശുഭനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ശുഭ വോട്ട് പോലെ പരിഷ്കരിച്ച് നിൽക്കുന്നു. നമ്മുടെ ഗ്രൂപ്പില് ഏതൊരു ഒരു ചേച്ചി മത്സരിക്കുന്നുണ്ട്. കൊച്ചല്ല, ഇത്ര ഏജിലാണ്. ചേച്ചീനെ വിളിക്കാൻ പറ്റുള്ളൂ. അതല്ലേ, ആ ഫോട്ടോ ഉണ്ടായിരുന്നു ഗ്രൂപ്പില്. ഏത് പാർട്ടിയുടെ ആളായിട്ടാണ്? അയ്യോ, അതറിയില്ല. ഏതാ ശ്രദ്ധിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഓക്കെ മിന്നു, ഓക്കെ അളക. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ രണ്ട് രീതിയിൽ എഴുതാം. അപ്പൊ സുബിതയ്ക്ക് തരാൻ ചാൻസ് കേട്ടോ. യെസ്, നോക്കിയേ, രണ്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചർ പ്രദീപിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ രാവിലെ വന്നില്ല? അപ്പൊ ഇത് കേൾക്കുന്ന ഒരാള് വേറൊരാളോട് പറയുന്നു, ടീച്ചർ പ്രദീപിനോട് ചോദിച്ചു എന്തുകൊണ്ട് അവൻ രാവിലെ വന്നില്ല എന്ന്. ഇങ്ങനെ എഴുതുക. Teacher told that Pradeep why he had not come in the morning. കറക്റ്റ് ആണ്. ചെറിയൊരു മാറ്റം പറ്റിയാൽ മതി. അപ്പൊ ടീച്ചർ ഈ ചോദ്യം ചോദിക്കുമ്പോ പ്രദീപിന് അതിനൊരു ഉത്തരവില്ലേ? പനിയായിരുന്നു, മഴയായിരുന്നു എന്നൊക്കെ പറയില്ല. അപ്പൊ നമുക്ക് പറയാം അതൊരു ചോദ്യമായിരുന്നു. അപ്പൊ ആ ടോൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഒന്ന് ആസ്ക്ഡ് മാറ്റി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ ടീച്ചർ ആസ്ക്ഡ്. ആസ്ക്ഡ് എന്നുള്ളതിന് പകരം എൻക്വയർഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാണ്, അന്വേഷിച്ചു. ടീച്ചർ ആസ്ക്ഡ് പ്രദീപ് വൈ he had not come in the morning. ശരിയാണ്. ഇത് തന്നെ വേറൊരു രീതിയിൽ എഴുതാം, ദ ടീച്ചർ ആസ്ക്ഡ്, ചോദിച്ചു എന്തുകൊണ്ട് പ്രദീപ് നേരത്തെ വന്നില്ലായിരുന്നു. നേരത്തെ പ്രദീപിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അതൊന്ന് മാറ്റി പിടിക്കുകയാണ്. ടീച്ചർ ചോദിച്ചു എന്ത്, പ്രദീപ് എന്തുകൊണ്ട് രാവിലെ വന്നില്ലായിരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? രണ്ടാമത്തെ മെത്തേഡ് കൂടി ഉണ്ട്. ടീച്ചർ
ആസ്ക്ഡ് വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. അങ്ങനെയും എഴുതാം. രണ്ട് രീതിയിൽ എഴുതി കഴിഞ്ഞാലും ശരിയാണ്. അപ്പോ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അപ്പൊ നിങ്ങൾ അതിലൊന്ന് പഠിച്ച് മെനക്കേടാക്കേണ്ട. ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതണം. ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സേഫ് ടു എന്ന് പറയുന്നത് വരെ എന്താ വെച്ച് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോ സേഫ് ടു മെഷർ അത് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞു. ഞാനിനി അതിനകത്ത് 2-3 ചോദ്യങ്ങൾ ബാലൻസ് ഉണ്ട്. വെറുതെ ചോദിക്കുകയാണ്. നമുക്കിനി ഒരു 4 മിനിറ്റ് കൂടി ഉള്ളു. ചോദ്യം ഇതാണ്: that can be counted, COUNTED, counted. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? മെഷറബിൾ മെഷറബിൾ അല്ല, ഈ വീടിനെ തുടങ്ങാം. കൗണ്ടബിൾ അല്ലേ? ആ, that can be counted എന്നോട് നമുക്ക് എന്ത് പറയാം? കൗണ്ടബിൾ. കൗണ്ടബിൾ. കൗണ്ടബിൾ, കൗണ്ടബിൾ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്: that can be carried, CARRIED, that can be carried. പോർട്ടബിൾ. പോർട്ടബിൾ എന്നാണ്. ആ ഓക്കെ മിന്നു, അതല്ലേ പോർട്ടബിൾ ആണ്. നമുക്ക് പറയാറില്ലേ കൊണ്ടു നടക്കാൻ പറ്റുന്നത് എന്നർത്ഥം വരുന്നത് ഏതാണ്? പോർട്ടബിൾ. പോർട്ടബിൾ TV, പോർട്ടബിൾ റേഡിയോ എന്നൊക്കെ പറയുന്നത്. യെസ്. അടുത്തത്: that can be understood. That can be understood. That can Understandable. ഓ ക്ലിയർ ആയില്ല. നിങ്ങൾ പറഞ്ഞ ശുഭ ക്ലിയർ എന്നാണോ? ക്ലിയർ അല്ല. അളവ് ഏതാണ്? Understandable. Understandable. അണ്ടർസ്റ്റാൻഡബിൾ അല്ല, വേറെ കറക്റ്റ് വേർഡ് ഉണ്ടായിരുന്നു. ഗ്രാസ്പബിൾ എന്നാണോ? അല്ല, ഞാൻ ക്ലൂ ഇടാം. സി വെച്ചിട്ടാണ്. സി ആണ്. കോംപ്രഹെൻസിബിൾ എന്നാണോ? കോംപ്രഹെൻസിബിൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ശുഭ. കോംപ്രഹെൻസിബിൾ അതാണ് കറക്റ്റ് വേർഡ്. യെസ്, കോംപ്രഹെൻസിബിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത്: that can be maintained, MAINTAINED, that can be maintained. മെയിൻറ്റെയിനബിൾ. മെയിൻറ്റെയിനബിൾ അല്ല, വേറെ വേർഡ് ശുഭ. മാനേജ്ഡ് എന്നോ? Sustainable ആണ്. യെസ്, അളക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സസ്റ്റൈനബിൾ. that can be maintained, that is means sustainable. Very good, very good, very good, very good. Yes. അടുത്തത്: that can be done, DONE, that can be done. That can be done. Do എന്നുള്ളതിന്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ. done, do, did, done. That can be done. പോസിബിലിറ്റി. പോസിബിലിറ്റി അല്ല, സാധ്യതയാണ്. അതല്ല, വേറെ വാക്കുണ്ട്. കറക്റ്റ് വേറുണ്ട് വേറെ. കംപ്ലീഷൻ. Doable ആണ്. അളകെന്താ പറഞ്ഞ? Doable. ഡൂവബിൾ. അങ്ങനെയോ? എന്താണ് പറഞ്ഞത്? അതാ പറഞ്ഞത്.
അത് ശരിയാണ്. തന്നെയാണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞൂടെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ക്യാൻ ബി ഡൺ എന്നുള്ളതിന്റെ ഡൂവബിൾ ആണ് കേട്ടോ. DOABLE, ഡൂവബിൾ. യെസ്, കറക്റ്റ് ആണ്. അവരോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്, ദാറ്റ് ക്യാൻ ബി ഫോളോഡ്, FOLLOWED, that can be followed. That can be followed. ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം എന്നാണ്. അങ്ങനല്ല, ഫോളോ ചെയ്യുക എന്നുള്ള വേറൊരു വേർഡ് ഉണ്ട്. ആ വേർഡ് വെച്ച് പിടിച്ചാൽ സംഗതി ഓക്കെ. തുടങ്ങുന്നത് ഏത് ലെറ്ററിലാ? ചേസബിൾ അല്ലേ? ചേസബിള് അല്ല, വേറെ വേർഡ്. ചേസബിൾ അല്ലേ പറഞ്ഞത്? ചേസ് ചെയ്യാന്നുള്ളതല്ല. ഉദ്ദേശിച്ചു ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. യെസ്, അഡ്വൈസബിൾ ആണ് സർ. അഡ്വൈസബിൾ. ട്രേസബിൾ അല്ല. അളവെന്താ പറഞ്ഞ? ട്രേസബിൾ. ട്രേസബിൾ. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഫോളോ ചെയ്യാന്നുള്ളതിന് വേറെ വേണ്ട, ട്രേസ് ചെയ്യാന്ന് പറയാറില്ല. അവരൊന്ന് ട്രേസ് ചെയ്യണം. അതിന് കൂടെ ABLE ചേർക്കാം. ട്രേസബിൾ. ഞാൻ കുറച്ച് കൂടി വൈകി കഴിഞ്ഞാൽ പറയാന്ന് വിചാരിച്ചാണ്. അതായത് ചിത്രം വരക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വേർഡ് ഉപയോഗിക്കാറുണ്ട് പറയാന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും വളരെ ട്രേസബിൾ എന്ന് പറഞ്ഞു. ട്രേസബിൾ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റിനെ എങ്ങനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാം. ഓക്കെ, we will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Thank you, sir. Okay. താങ്ക് യു സർ. Okay.